വെസ്റ്റേൺ മാജിക് അവനിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ ഒരു നോൺ വെജ് വിഭവം തന്നെ ആയിക്കോട്ടെ. ആദ്യം നോൺ വെജ് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ മത്സ്യം, അത് കഴിഞ്ഞാൽ പിന്നെ ചിക്കൻ തന്നെയാണ്. ചിക്കൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെല്ലാം തരം ചിക്കൻ വിഭവങ്ങൾ തയ്യാറാക്കി കഴിഞ്ഞില്ലേ. ഇന്ത്യൻ സ്റ്റൈലിൽ തന്നെ നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ ഒക്കെ പല പല പരീക്ഷണങ്ങളും കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ നമ്മളുടെ അടുത്ത ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചൈനീസ് തന്നെയാണ്. ചൈനീസ് വിഭവങ്ങളോട് മലയാളിക്ക് എന്നും ഇഷ്ടമാണ്. നമ്മൾ റെസ്റ്റോറൻറ്റ്സിൽ ചെന്ന് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിഭവങ്ങൾ ഓർഡർ ചെയ്യുന്നത് ചൈനീസ് ഫ്രൈഡ് റൈസ്, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ കഴിക്കുന്ന ചില്ലി ചിക്കൻ, മഞ്ചൂരിയൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പോൾ ഈ ചില്ലി ചിക്കനും നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ ഏതാണ്ട് ചില്ലി ചിക്കനോട് സാമ്യമുള്ളൊരു കാര്യമാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. പക്ഷേ കുറച്ച് വ്യത്യാസമുണ്ട്. ഇത് ചിക്കൻ ഗായ്ത്തോട് എന്നാണ് പറയുന്നത്. ഗായ്ത്തോട് എന്നൊക്കെ പറഞ്ഞാൽ പേടിക്കൊന്നും വേണ്ട, അതൊരു ചെറിയ പേര് മാത്രമാണ്. അതിനെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും പേരിടാം. ഏതായാലും നമുക്ക് ഈ പുതിയ ചിക്കൻ ചൈനീസ് സ്റ്റൈൽ ചിക്കൻ ഗായ്ത്തോട് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചിക്കൻ ഒരു ഇടത്തരം ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചത്, സവാള 8 ഇടത്തരം നീളത്തിലുള്ള കഷ്ണങ്ങളായിട്ട് മുറിച്ചത്, ക്യാപ്സിക്കം 2 ഇടത്തരം നീളത്തിലുള്ള കഷ്ണങ്ങളായിട്ട് മുറിച്ചത്, കുരുമുളക് പൊടി 1.5 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് 4 ടേബിൾ സ്പൂൺ, ടൊമാറ്റോ സോസ് 4 ടേബിൾ സ്പൂൺ, ഉസ്റ്റർഷെയർ സോസ് 8 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, എണ്ണ 3 ടേബിൾ സ്പൂൺ. ഇനി നമുക്ക് അടുപ്പ് കത്തിക്കാം. എന്നിട്ട് ചുവട് കട്ടിയുള്ളൊരു പാത്രം, നോൺ സ്റ്റിക്കിലാണ് ഞാൻ സാധാരണയായിട്ട് കൂടുതലും ചെയ്യുന്നത്. അതായിരിക്കും എളുപ്പം, അതുകൊണ്ടാണ്. കാര്യം ഒട്ടും തന്നെ അടിയിൽ പിടിയില്ല. പിന്നെ ഏതെങ്കിലും തരം റിഫൈൻഡ് ഓയിൽ 2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂൺ ചൂടാകട്ടെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം തന്നെ വെളുത്തുള്ളി, ഗാർലിക്കിൻ്റെ ഫ്ലേവറാണ് വരുന്നത്. ഗാർലിക് എന്ന് പറഞ്ഞാൽ ശരിക്കും വെളുത്തുള്ളിയാണ് ഇതിൽ ചേർക്കുന്നത്. നമ്മൾ ഇഞ്ചി ചേർക്കുന്നില്ല, വെളുത്തുള്ളി മാത്രം. അത് കുറച്ച് കൂടുതൽ ചേർക്കാം. ഒരു 4 വലിയ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്. എല്ലാം റെഡിയാണ്. ഇനി അങ്ങോട്ട് ഉണ്ടാക്കിയാൽ മാത്രം മതി. എണ്ണ ചൂടാകട്ടെ. ഓരോന്നോരോന്നായിട്ട് ചേർക്കാം. എണ്ണ നല്ല ചൂടായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നിറയെ വെളുത്തുള്ളി ചേർക്കാൻ പോകണം. നമ്മൾ 4 വലിയ സ്പൂൺ ചെറുതായി അരിഞ്ഞ്. അപ്പോൾ മനസ്സിലായല്ലോ, 4 വലിയ സ്പൂൺ എന്നൊക്കെ പറഞ്ഞാൽ നല്ല വെളുത്തുള്ളിയുടെ ഒരു ഫ്ലേവർ, നല്ല മണവും രുചിയൊക്കെ ആയിരിക്കും. ധാരാളം ചേർക്കാം. ഇഞ്ചി ചേർക്കുന്നേ ഇല്ല. അപ്പോൾ ഇത് തന്നെയാണ് ഇതിൻ്റെ ഒരു ഫ്ലേവർ, മണവും രുചിയും. പിന്നെ ബ്രൗൺ കളറൊന്നും ആകണ്ട. ഇതൊരു ചൈനീസ് സ്റ്റൈലാണ്. ഒന്ന് വാടിയാൽ മാത്രം മതി. ഇങ്ങനെ വെളുത്തുള്ളിയുടെ മണമൊക്കെ വരട്ടെ. അപ്പോൾ വെളുത്തുള്ളിയുടെ നിറം ഒന്ന് മാറാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ ഒരുപാട് മൂക്കേണ്ട ആവശ്യമില്ല, ഒരുപാട് ബ്രൗണൊന്നും ആകണ്ട. സവാള നീളത്തിനരിഞ്ഞത്, അതും കൂടി ചേർക്കാം. എന്നിട്ട് ഒന്ന് വഴറ്റുക. അതായത് സവാള ഒന്ന് വാടാൻ തുടങ്ങണം. ഇങ്ങനെ കുഴഞ്ഞ് വരുന്നൊരു പാകമാകാൻ തുടങ്ങുമ്പോൾ നമ്മൾ ചിക്കൻ്റെ പീസസും ഇതിലേക്ക് ചേർക്കും. അപ്പോൾ വെളുത്തുള്ളിയും സവാളയും കൂടി കിടന്ന് ഇനി എണ്ണയിലൊന്ന് റെഡിയായി വരണം. അപ്പോൾ സവാളയുടെ കഷ്ണങ്ങളൊക്കെ ചെറുതായിട്ട് വാടിത്തുടങ്ങി. ഇനി നമ്മൾ ചിക്കൻ്റെ പീസസ്. അപ്പോൾ ബോൺലെസ് അല്ല, ഇത് വിത്ത് ബോണാണ്. എല്ലോട് കൂടിയാണ് കഷ്ണങ്ങളാക്കിയിരിക്കുന്നത്. ബോൺലെസ് വേണമെന്ന് നിർബന്ധമില്ല. ബോൺലെസ് വേണ്ട, എല്ലോട് കൂടി ബോൺ ഉള്ള ചിക്കൻ. ചിക്കൻ്റെ പീസസും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റാം. അപ്പോൾ ഇനി സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ചിക്കനിൽ നിന്നും വെള്ളം ഇറങ്ങും. ആ വെള്ളത്തിൽ കിടന്നാണ് ഇതെല്ലാം വേകേണ്ടത്. അപ്പോൾ ഫ്രൈ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ചിക്കൻ്റെ പീസസ് ഇങ്ങനെ ഡ്രൈ ആകുന്നവരെ. കാര്യം ഞാനൊരു ചില്ലി ചിക്കൻ പണ്ട് കാണിച്ചു തന്നതിൽ ചിക്കൻ്റെ പീസസാണ് നമ്മൾ ആദ്യം എണ്ണയിൽ വഴറ്റുന്നത്. അപ്പോൾ അതിങ്ങനെ ആ വെള്ളമൊക്കെ വറ്റി അത് ആ എണ്ണയിൽ കിടന്ന് ഒന്ന് ചെറുതായിട്ട് മൂത്ത് കഴിഞ്ഞിട്ടൊക്കെയാണ് സവാള ചേർക്കുന്നത്. ഇത് നേരെ തിരിച്ചാണ്, റിവേഴ്സാണ്. ആദ്യമേ സവാള ചേർക്കുന്നു, സവാള വാടിക്കഴിഞ്ഞ് ചിക്കൻ ചേർക്കുന്നു. ചിക്കൻ്റെ പീസസ് ഒരുപാട് എന്താ പറയുക, മൂക്കേണ്ട ആവശ്യമില്ല, വെള്ളം വറ്റുന്നവരെ വഴറ്റേണ്ട ആവശ്യമില്ല, വെള്ളം ഇറങ്ങി വരണം. അതാണ് നമുക്ക് ആവശ്യം. കാര്യം നമ്മളിനി ഇതിൽ പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഇനി ഇതിലേക്ക് നമ്മൾ സോസുകളും കൂടി ചേർക്കാൻ പോവാണ്. ആദ്യം നമ്മൾ ടൊമാറ്റോ സോസ്, ഇത് ഒരു കോഴിയാണെങ്കിൽ 4 ടേബിൾ സ്പൂൺ. ഇതിപ്പോൾ ഒരു കോഴിയാണല്ലോ, 4 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്. പിന്നെ ഇനി ചേർക്കാൻ പോകുന്നതാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഊസ്റ്റർഷെയർ സോസ്, W സോസാണ്. ഇതൊരു 8 ടേബിൾ സ്പൂൺ, അതായത് ടൊമാറ്റോ സോസിൻ്റെ ഡബിൾ, ഇരട്ടി.
ആദ്യം നമ്മളൊരു 4 ടേബിൾ സ്പൂൺ ഒഴിക്കാം, എന്നിട്ടൊന്ന് ഇളക്കാം. അത് കഴിഞ്ഞിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ വ്യത്യസ്തമായ മണമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ആ സോസിൻ്റെ മണമാണ് ഇനി വരാൻ പോകുന്നത്. ചിക്കനിൽ നിന്നും വെള്ളം ചെറുതായിട്ട് വരാൻ ആരംഭിക്കുന്നു. ഇനി ബാക്കി 4 ടേബിൾ സ്പൂൺ. അപ്പം ടോട്ടൽ ആകെ മൊത്തം 8 ടേബിൾ സ്പൂൺ വൂസ്റ്റർഷെയർ സോസ്. ഇനി കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. പാകത്തിനുള്ള ഉപ്പ് കുറച്ച്, ആദ്യം കുറച്ച് പിന്നെ കൂടുതൽ. ഇനി നന്നായിട്ടൊന്ന് യോജിപ്പിക്കും. സോസ് എല്ലാം ചിക്കൻ്റെ കഷ്ണങ്ങളിൽ പിടിക്കട്ടെ. ഇപ്പോൾ നല്ല വെളുത്തുള്ളിയുടെയും വൂസ്റ്റർഷെയർ സോസിൻ്റെയൊക്കെ മണമാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ഡാർക്ക് ബ്രൗൺ അല്ല. ഇപ്പോൾ ചില്ലി ചിക്കൻ തന്നെ 2 തരമുണ്ട്. റെഡ് കളറിലെ ചില്ലി ചിക്കനും കിട്ടും, അതായത് കഷ്ണങ്ങൾ മാവിൽ കോട്ട് ചെയ്ത് വറുത്തെടുത്ത ചില്ലി ചിക്കനുണ്ട്. പിന്നെ ഒരു ഡാർക്ക് ബ്രൗൺ കളറിലെ ചില്ലി ചിക്കൻ, സോയ സോസിൻ്റെ കളറിൽ. പക്ഷേ ഇതങ്ങനെയല്ല. ഇതിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ ഒരു ലൈറ്റ് ബ്രൗൺ ആണ്, ഒരുപാട് ബ്രൗൺ അല്ല. ആ ഒരു വ്യത്യാസവും ഉണ്ട്. അപ്പോൾ സോസ് എല്ലാം കഷ്ണങ്ങളിൽ പിടിച്ചു കഴിഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ആയി. ഇനി നമ്മളൊരൽപ്പം പെപ്പർ പൗഡർ, അതായത് തരിതരിപ്പായിട്ട് പൊടിച്ച കുരുമുളക് പൊടി 2 ടേബിൾ സ്പൂൺ വരെ ചേർക്കാം. ആദ്യം നമുക്ക് 1.5 മുതൽ 2 ടേബിൾ സ്പൂൺ വരെ 1 ടേബിൾ സ്പൂൺ ചേർക്കാം. അപ്പോൾ എന്തായാലും പീസസിൽ, അതായത് കഷ്ണങ്ങളിലൊക്കെ ഇച്ചിരി എരിവൊക്കെ പിടിക്കട്ടെ. ഇത് വേകുന്ന കൂട്ടത്തിൽ കുരുമുളക് പൊടിയും കൂടി ചേർന്ന് വേകട്ടെ. അപ്പോൾ കുരുമുളക് പൊടിയും നന്നായിട്ട് ഇതിൻ്റെ കൂടെ യോജിച്ച് കഴിഞ്ഞു. അപ്പോൾ എല്ലാം കൂടി ചേർന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു. ഇനി ഒന്നും ചെയ്യാനില്ല, പാത്രം ഒന്ന് അടച്ചിടാം. ഇനി അടച്ചിട്ടിട്ട് ഫുൾ ഫ്ലെയിം ഇട്ട് കൊടുക്കുക. അപ്പോൾ ഏകദേശമൊക്കെ ഒന്ന് പകുതി മുക്കാൽ ഭാഗം വെന്ത് കഴിയുമ്പോൾ തീ ഒരല്പം കുറച്ചിട്ട് ചെറിയ തീയിലിട്ടിട്ട് ഈ വെള്ളത്തിൽ കിടന്ന് ഈ ചിക്കൻ്റെ പീസസും സവാളയും ബാക്കി കാര്യങ്ങളെല്ലാം വെന്ത് കിട്ടണം. എല്ലാം വെന്ത് ഇങ്ങനെ കുഴഞ്ഞൊരു പാകമാകുമ്പോൾ പിന്നെ നമുക്ക് എന്താ ചേർക്കാനുള്ളത്? ക്യാപ്സിക്കം മാത്രമേ ഉള്ളൂ ബാക്കി. ക്യാപ്സിക്കം ഒരു പകുതി, ഒരു മുക്കാൽ വേഗമായി കഴിഞ്ഞിട്ട് ചേർക്കാം. എന്ന് വെച്ചാൽ ക്യാപ്സിക്കം ഒരുപാട് കുഴഞ്ഞു പോകാൻ പാടില്ല, അതിൻ്റെ കളർ ഒരുപാട് മാറണ്ട. അപ്പോൾ അതിന് കണക്കാക്കിയിട്ടുള്ളൊരു സമയമാകുമ്പോൾ നമ്മൾ ക്യാപ്സിക്കവും ചേർക്കും. ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ അത് ചേർക്കണം എന്നില്ല, ബാക്കി കാര്യങ്ങൾ മാത്രം മതി. എന്തായാലും ഇതൊന്ന് വേകട്ടെ, ഒരു മുക്കാൽ വേഗാകട്ടെ. അത് കഴിഞ്ഞ് ക്യാപ്സിക്കം, ഇപ്പോൾ എൻ്റെ കയ്യിൽ ക്യാപ്സിക്കം ഉണ്ടല്ലോ, അതുകൊണ്ട് ആ സമയത്ത് അത് ചേർക്കാം. അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ. അപ്പോൾ ഇപ്പോൾ നമ്മളുടെ ചിക്കൻ്റെ പീസസൊക്കെ ഏകദേശം വെന്തിട്ടുണ്ടാകും. കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി നല്ല, എന്താ പറയുക, ഒരുപാട് ചാറിൽ കിടക്കുമായിരുന്നു. ഞാൻ ഇടയ്ക്ക് തുറന്നു നോക്കിയപ്പോൾ. ഇനി വീണ്ടും തുറന്നു നോക്കാം. ഇപ്പോൾ ശരിക്കും കുറച്ച് ചാറൊക്കെ വറ്റിയിട്ടുണ്ട്, കഷ്ണങ്ങളൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി ഏതാണ്ടൊരു മുക്കാലല്ല, ഏതാണ്ട് വെന്ത് കഴിഞ്ഞു. ഇനി കുറച്ചുകൂടെ വെന്താലും കുഴപ്പമില്ല. ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ചേർക്കാം. നീളത്തിനരിഞ്ഞത്, നീളത്തിനാകാം, അല്ലെങ്കിൽ വലിയ ചതുര കഷ്ണങ്ങളായിട്ട് അരിഞ്ഞാലും മതിയാകും. ക്യാപ്സിക്കം ഒന്ന് വാടിയാൽ മാത്രം മതി. അപ്പോൾ ആ ഒരു പാകം, അതായത് ക്യാപ്സിക്കം എത്ര നേരം, ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 7 മിനിറ്റ് കൂടി ഇതിനകത്ത് കിടന്നാൽ മതി. അത്ര സമയം കൂടി ചിക്കൻ ഒന്നുകൂടി ഒന്ന് വേഗം, കഷ്ണങ്ങളൊക്കെ ഒന്ന്, ഈ ചാറ് കുറച്ചുകൂടി ഒന്ന് കുഴഞ്ഞു വരും. ഉള്ളിയെല്ലാം വെന്ത് ഇതിൻ്റെ കൂടെ കുഴഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇനി കുരുമുളക് പൊടി നമ്മൾ 1 ടേബിൾ സ്പൂണല്ലേ ചേർത്ത്. ഇനി വേണമെങ്കിൽ 1/2 മുതൽ 1 ടേബിൾ സ്പൂണും കൂടി വേണമെങ്കിൽ ചേർക്കാം. അത് ഇഷ്ടത്തിനനുസരിച്ചിട്ട്. 1/2 എന്ന് പറയുമ്പോൾ കറക്റ്റ് ആയിരിക്കും, അതായത് ഒരു സാധാരണ എരിവ്. ഇനി 1 എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ കൂടുതൽ എരിവ് വേണം എന്നുള്ളവർക്ക് 1/2 കൂടി വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ 2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ. അപ്പോൾ മീഡിയം എരിവാണെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ, നല്ല എരിവാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ. സ്പൈസി ആയിട്ടുള്ളത്. ഇനി ഉപ്പൊക്കെ നോക്കുക, ഉപ്പ് ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കുക, ഇല്ലെങ്കിൽ ഇനിയും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇനി ഒന്നുകൂടി ഒന്ന് വേകട്ടെ. ക്യാപ്സിക്കം കൂടി ചേർത്തിട്ടുണ്ട്. ഇനി പാത്രം വീണ്ടും ഞാനൊന്ന് അടച്ച് വയ്ക്കാൻ പോവാണ്. അപ്പോൾ ക്യാപ്സിക്കം കൂടി ഒന്ന് ചെറുതായിട്ട് വാടി, ഒന്ന് ചെറുതായിട്ടൊന്ന് കുഴഞ്ഞതിൻ്റെ കൂടെ എല്ലാം കൂടി ഒന്ന് കുഴഞ്ഞു വരുമ്പോൾ തീ ഓഫ് ചെയ്യും, വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റും. ഇപ്പോൾ ഏതാണ്ട് നമ്മുടെ ചിക്കൻ പാകമായി കഴിഞ്ഞു. ഇത് കണ്ടില്ലേ, ഇപ്പോൾ ശരിക്കും ക്യാപ്സിക്കം വാടി, എന്നാൽ പച്ച കളർ മാറിയിട്ടില്ല. ചിക്കൻ്റെ പീസസൊക്കെ മാറി നന്നായിട്ട് വെന്തിട്ടുണ്ട്. സവാള വെന്ത് കുഴഞ്ഞ് ഇതിൻ്റെ കൂടെ ചേർന്നിട്ടുണ്ട്. ചാറെല്ലാം ഏതാണ്ട് വറ്റി. അപ്പോൾ ഇനി ഞാൻ തീ ഓഫ് ചെയ്യാൻ പോണു. വിളമ്പുന്നൊരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ
നല്ല സ്വാദിഷ്ടമായ ചിക്കൻ ഗായ്ത്തോട് ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇത് കണ്ടാലൊരു ചെറിയ ചില്ലി ചിക്കൻ്റെ ലുക്കില്ലേ, പക്ഷേ അതല്ല. ആ സ്വാദ് അതല്ല, ആ മണം അതല്ല, എല്ലാം വ്യത്യസ്തമാണ്. കാര്യം സോയാ സോസ് നമ്മൾ ചേർക്കുന്നേ ഇല്ല, ചില്ലി സോസും ചേർക്കുന്നില്ല, പച്ചമുളക് അങ്ങനെയുള്ള ഒരു പരിപാടിയില്ല. ഇതിലിപ്പോൾ വർസസ്റ്റർഷയർ സോസ്. ഇത് ശരിക്കും പറഞ്ഞൊരു 10-12 പേർക്ക് കഴിക്കാനുള്ള കാര്യമുണ്ട്. ഇത് ചപ്പാത്തിയുടെ കൂടെ, പിന്നെന്താ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ, അങ്ങനെയുള്ള വിഭവങ്ങൾ, നൂഡിൽസിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ലതായിരിക്കും. എന്തായാലും തീർച്ചയായിട്ടും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടം. ഇനി അടുത്തതായി മാജിക് അവൻ്റെ സെക്കൻഡ് റെസിപ്പി ഓഫ് ദ വീക്ക്. സെക്കൻഡ് റെസിപ്പി ഒരു വെജിറ്റേറിയൻ വിഭവം തന്നെ ആയിക്കോട്ടെ. ഇതൊരു റൈസ് ഐറ്റമാണ്. ഒരു എന്താ പറയുക, ഒരു സൗത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ നമ്മൾ ചെയ്യുന്ന ഒരു റൈസാണ്. ഇത് പുലാവൊന്നുമല്ല, ഇതൊരു ചന്ന റൈസാണ്. പണ്ട് നമ്മളൊരു ചന്ന ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് പക്ഷേ ബിരിയാണിയല്ല, ഒരു റൈസ് ഐറ്റം. ചന്ന എന്ന് പറയുമ്പോൾ ഇതിൽ കടലപ്പരിപ്പ് ഉപയോഗിച്ചിട്ടാണ്, തൊലിയില്ലാത്ത കടലയാണ് കടലപ്പരിപ്പ് പിളർന്നത്. കടലപ്പരിപ്പും റൈസും, റൈസെന്ന് പറഞ്ഞാൽ ബിരിയാണി റൈസൊന്നും വേണ്ട, ബസ്മതി റൈസ് വേണ്ട, നല്ല ഇനം പച്ചരി അത് തയ്യാറാക്കുന്ന ഒരു സ്പെഷ്യൽ റൈസാണ്. ഇത് വളരെ സ്വാദാണ്, ഉണ്ടാക്കാൻ വളരെ എളുപ്പം, കുട്ടികൾക്കെല്ലാം ടിഫിനായിട്ടൊക്കെ കൊടുത്തയക്കാൻ പറ്റിയ വിഭവമാണ്. എന്തായാലും നമ്മുടെ ചന്ന റൈസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നല്ല ഇനം പച്ചരി 1/4 കിലോ, കുറച്ചേറെ വെള്ളത്തിൽ ഉപ്പ് ചേർത്ത് വേവിച്ച് ഊറ്റിയെടുത്തത്. കടലപ്പരിപ്പ് 200 ഗ്രാം, ഉപ്പ് ചേർത്ത് കുറച്ചേറെ വെള്ളത്തിൽ വേവിച്ച് ഊറ്റിയെടുത്തത്. മുളക് പൊടി 3/4 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, നല്ല ജീരകം 1 ടീസ്പൂൺ, വറ്റൽമുളക് 4 എണ്ണം, കറിവേപ്പില ആവശ്യത്തിന്, എണ്ണ 4 ടേബിൾ സ്പൂൺ, നെയ്യ് 3 ടേബിൾ സ്പൂൺ, നാരങ്ങാനീര് 1.5 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. അപ്പോൾ നമുക്കിനി ദാൽ റൈസ് തയ്യാറാക്കാം. ദാൽ റൈസിന് വേണ്ടത്, ദാൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കടലപ്പരിപ്പ് കുറച്ചേറെ വെള്ളത്തിൽ, കുക്കറിൽ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് കടലപ്പരിപ്പ് വേവിക്കാൻ വയ്ക്കുക. ഒരു വിസിൽ കഴിഞ്ഞിട്ട് തീ ഒരല്പം കുറച്ച് ഒരു 5 മിനിറ്റും കൂടി വേവിച്ചിട്ട് തീ ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ പാകത്തിന് വെന്തിട്ടുണ്ടാവും. അത് വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ട് റെഡിയാക്കി വയ്ക്കുക. ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകരുത്, അതേസമയം നന്നായിട്ട് വേഗവും വേണം. ആ ഒരു പാകത്തിന് തമ്മിൽ ഒട്ടാത്ത രീതിയിൽ ഇങ്ങനെ ഇളക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ, എന്നാൽ വേഗാതിരിക്കരുത്, അതാണ് പാകം. പിന്നെ രണ്ടാമത്തെ കാര്യം റൈസാണ്. അരി എന്ന് പറഞ്ഞാൽ ബസ്മതി റൈസ് ഒന്നും വേണ്ട ഇതിന്. നമുക്ക് നല്ല ഇനം പച്ചരി, ഇപ്പോൾ പൊന്നിയരി എന്നൊക്കെ പറഞ്ഞ ബ്രാൻഡ് ഉണ്ടല്ലോ അരി, ആ ടൈപ്പ് അരിയൊക്കെ ആണെങ്കിൽ നല്ലതായിരിക്കും. അതും വേവിക്കുമ്പോൾ കുറച്ച് കൂടുതൽ വെള്ളത്തിൽ വേവിച്ച് കുറച്ച് ഉപ്പിട്ട് വേവിച്ച് ആവശ്യത്തിന് വേഗണം, പക്ഷേ കുഴഞ്ഞു പോകരുത്. എന്നിട്ട് ഇങ്ങനെ കണ്ടില്ലേ, ബാക്കി കാര്യങ്ങളെല്ലാം വളരെ സിമ്പിൾ. അടുപ്പ് കത്തിക്കുന്നു, കുറച്ച് പരന്നൊരു പാത്രം എടുക്കുക, ചുവട് കട്ടിയുള്ളത്. ഇനി നമ്മുടെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ നെയ്യാണ് ഏറ്റവും നല്ലത്. നെയ്യിൽ മാത്രം ചെയ്താൽ ഏറ്റവും നല്ലത്. പക്ഷേ നെയ്യുടെ ഉപയോഗം കുറച്ച് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, എന്നാൽ അതിൻ്റെ ഒരു മണവും രുചിയും കിട്ടണം. അതുകൊണ്ട് നെയ്യും എണ്ണയും കൂടി മിക്സ് ചെയ്യുകയാണ് ഞാൻ. ഏതെങ്കിലും തരം റിഫൈൻഡ് ഓയിൽ അതൊരു 4 ടേബിൾ സ്പൂൺ വരെ ചേർക്കാം. ഇത്രയും റൈസിനെ കോട്ട് ചെയ്ത് വരണം, അതാണ് ആവശ്യം. അതിൻ്റെ കൂടെ ഒരു 2-3 ടേബിൾ സ്പൂൺ പശുവിൻ നെയ്യ്. ഈ 2 കാര്യങ്ങളും കൂടി ചേർന്ന് വരുമ്പോൾ നല്ല നെയ്യുടെ മണം തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മുടെ നെയ്യ് ചൂടായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ആദ്യം ചേർക്കാൻ പോകുന്നത് ജീരകം തന്നെയാണ്. 1 ടീസ്പൂൺ നല്ല ജീരകം എന്ന് പറഞ്ഞാൽ തോരനിലൊക്കെ അരയ്ക്കുന്ന ജീരകം. അത് നല്ല മണമാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ നെയ്യുടെ കൂടെ ഇങ്ങനെ കിടന്ന് മൂക്കുമ്പോൾ ഒരു നല്ല സ്മെൽ വരും. ഇങ്ങനെ പൊട്ടി അതൊരു ലൈറ്റ് ബ്രൗൺ കളറായി മാറും. അതൊന്ന് ചെറുതായിട്ട് മൂത്ത് തുടങ്ങട്ടെ. ഇനി വറ്റൽമുളക് ചേർക്കാം. കുറച്ച് കൂടുതലിരിക്കട്ടെ. ഇനി കറിവേപ്പില കുറച്ച് മാറി നിന്നതാ. പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ആയിക്കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ്, ഇത് പൊന്നിയരിയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. പൊന്നിയരി നല്ല ഇനം പച്ചരിയാണത്. അതിലേക്ക്, അപ്പോൾ ഇതിൽ എണ്ണ ഉണ്ടെങ്കിലും നെയ്യുടെ മണമാണ് ഇങ്ങനെ മുന്നിട്ട് നിൽക്കുന്നത്. തമ്മിൽ ഒട്ടാത്ത ചോറാണ്, കുഴഞ്ഞിട്ടില്ല. ഇനി ഇതിനോടൊപ്പം തന്നെ കടലപ്പരിപ്പ്, ഇത് 200 ഗ്രാം വേവിച്ചു. ഇനി സാവധാനം ഇളക്കി യോജിപ്പിക്കും. അപ്പോൾ ഈ നെയ്യും എണ്ണയും കൂടെയുള്ള മിശ്രിതവും ആ താളിച്ച കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ യോജിക്കും. പരിപ്പെല്ലാം, കടലപ്പരിപ്പ് ഇങ്ങനെ ചോറിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് ഇങ്ങനെ സ്പ്രെഡായിക്കൊണ്ടിരിക്കുവാണ്, കണ്ടല്ലോ. ഇനി ഇതിൽ 1-2 കാര്യങ്ങൾ കൂടി ചേർക്കണം. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇളക്കാം. 2-3 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇതിപ്പോൾ വൈറ്റ് കളറല്ലേ, ഇനിയിപ്പോൾ കളർ മാറുന്നു നോക്കിക്കോളും. മഞ്ഞൾപ്പൊടി വേറെ ഒന്നും ചേർക്കുന്നില്ല, കളറൊന്നും അല്ല ചേർക്കുന്നത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം.
ഇനി ഒരു 1/2 മുതൽ 1/4 ടീസ്പൂൺ വരെ ഇച്ചിരി സ്പൈസി ഇച്ചിരി എരിവ് വേണമെന്ന് തോന്നുകയാണെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ചേർത്തുള്ളൂ, അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ മുളക് പൊടി. ഇതെല്ലാം ഒരു ചെറിയൊരു കളർ ഡിഫറൻസ്. പിന്നെ ചോറും കടലപ്പരിപ്പും ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചത്, എന്നാലും ഒരല്പം ഉപ്പും കൂടി എന്തായാലും വേണ്ടി വരും. ആ ഉപ്പും കൂടി ചേർക്കാം. നന്നായിട്ട് ഇളക്കി ഒഴിച്ചിരിക്കും. നല്ലതായിട്ട് ചൂട് കയറട്ടെ ഇതിലേക്ക്. കാര്യം ഇപ്പോൾ ചോറ് തണുത്തിരിക്കുന്നു, കടലപ്പരിപ്പ് തണുത്തിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തു, അതൊക്കെ ഒന്ന് മൂക്കണ്ടേ, അതിൻ്റെയൊക്കെ പച്ചച്ചോ മാറണം. അപ്പോൾ ശരിക്കും നന്നായിട്ട് ചൂടാകണം. അടുപ്പിൽ തന്നെ ഇട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. കളർ മാറുന്നത് കണ്ടോ? അത് എങ്ങനെയാണെന്ന് യെല്ലോ കളറിലേക്ക് മാറുകയാണ്, മഞ്ഞൾപ്പൊടിയുടെ നിറം. ഇപ്പോൾ നോക്കൂ, നമ്മുടെ റൈസിൻ്റെ കളർ ഒരു യെല്ലോ കളർ. ഇത് കണ്ടിട്ട് ഒരു ലെമൺ റൈസ് പോലെയൊക്കെ തോന്നുന്നില്ല, പക്ഷേ ലെമൺ റൈസ് അല്ല. പക്ഷേ നമ്മളൊരു കുറച്ച് നാരങ്ങ നീരിൽ ചേർക്കും. ഒരുപാടൊന്നും വേണ്ട, 1 ടേബിൾ സ്പൂൺ വരെ ചേർക്കാം. എത്ര വേണമെന്ന് ആലോചിച്ചിട്ട് ചെയ്യാം. 1 ടേബിൾ സ്പൂണോ ലെമൺ ജ്യൂസ്, 1 ടേബിൾ സ്പൂൺ. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ ചേർക്കുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ 1/2 മുതൽ 1 ടേബിൾ സ്പൂൺ വരെ. അങ്ങനെ പുളിയൊന്നും ആകില്ല, കുറച്ച് ഒരു ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഇനി നിർബന്ധമില്ല നാരങ്ങാനീര് ചേർക്കാതെയും ചെയ്യാം. എല്ലാം കൂടി ചേർത്തൊന്ന് യോജിപ്പിക്കുക. വേറൊന്നും ചെയ്യാനില്ല. ഇപ്പോൾ നല്ലതായിട്ട് ചൂടായി കണ്ടില്ലേ, ആവി വരുന്ന കണ്ടില്ലേ. ഒരു 5 മിനിറ്റ് ഇങ്ങനെ അടുപ്പിലിട്ടു, അത്രേ ഉള്ളൂ. പിന്നെ തീ ഓഫ് ചെയ്യുക. വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം. ഇടുമ്പോൾ തന്നെ അതിൻ്റെ മണം എന്താ അറിയോ, നല്ലൊരു മണമാണ്. കാര്യം നെയ്യ്, ജീരകം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളില്ലേ ഇതിനകത്ത്. എല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ ഒരു പ്രത്യേക മണമാണ്. പിന്നെ ഇത് നല്ല സ്വാദുള്ളൊരു വിഭവമാണ്. ഇതിൻ്റെ കൂടെ ഇനി എന്താ വേണ്ടേ? ഒരു സലാഡ് മാത്രം മതിയാകും അല്ലേ, ഒരു തൈര് ചേർത്ത റീത്ത, പിന്നെന്താ അച്ചാറ്, പപ്പടം. നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. ഇത് ഏകദേശം എത്ര പേർക്ക് കഴിക്കാമെന്ന് ചോദിച്ചാൽ ഏതാണ്ട് ഒരു 6 പേർക്കെങ്കിലും കഴിക്കാൻ തോന്നും. ഒരു ബുഫയ്ക്കൊക്കെയാണ് നമ്മളിത് തയ്യാറാക്കുന്നതെങ്കിൽ എന്തായാലും കുറച്ച് ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം കൂടി ഉണ്ടാവും, അതിനൊരു കറിയുണ്ട്. അപ്പോൾ കൂട്ടത്തിൽ ഒരു തവി അതിൽ കൂടുതൽ ആരും കഴിക്കില്ലല്ലോ. 1 അല്ലെങ്കിൽ 1.5 തവി. ഇതിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഒരു 1.5 തവി. അപ്പോൾ ഒരു 10-12 പേര് കഴിക്കും അങ്ങനെ എടുക്കുകയാണെങ്കിൽ, ബുഫേ ആണെങ്കിൽ. ഇത് മാത്രമാണെങ്കിൽ ഒരു 6 പേർക്ക് കഴിക്കും. അങ്ങനെ സ്വാദിഷ്ടമായ ചന്ന റൈസ് വളരെ എളുപ്പത്തിൽ തന്നെ ഞാൻ തയ്യാറാക്കി കഴിഞ്ഞില്ലേ. ഇത് ശരിക്കും പറഞ്ഞാൽ ടിഫിൻ ബോക്സിലാക്കി കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തയക്കാൻ പറ്റിയ കാര്യമാണ്. പിന്നെ അല്ലാണ്ട് നമുക്കിപ്പോൾ ബുഫേയിലൊക്കെ വേണമെങ്കിൽ എപ്പോഴും നമ്മൾ പുലാവ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് വയ്ക്കുന്ന ഫ്രൈഡ് റൈസൊക്കെ ഒരു ചേഞ്ച് ആയിക്കോട്ടെ, വല്ലപ്പോഴൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഒരു വ്യത്യസ്തമാണ് ഇതിൻ്റെ രുചിയും മറ്റു കാര്യങ്ങളും. കാഴ്ചയിലൊക്കെ ആൾക്കാർക്ക് ഇഷ്ടമാകും. എന്തായാലും തീർച്ചയായിട്ടും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടം. ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച 2 വിഭവങ്ങളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ആദ്യം കാണിച്ചൊരു ചൈനീസ് സ്റ്റൈലാണ്, ചൈനീസ് ചിക്കൻ ഗായ്ത്തോട്ട്. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. രണ്ടാമത് കാണിച്ചതാണെങ്കിലും എളുപ്പം തന്നെയാണ്, കുറച്ചുകൂടി എളുപ്പമാണെന്ന് എനിക്ക് തോന്നുകയാണെങ്കിൽ. അതായത് ദാൽ റൈസ്, ചന്ന ദാൽ റൈസ്. അപ്പോൾ തീർച്ചയായിട്ടും 2 വിഭവങ്ങളും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടം. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് കാണുന്നവരെ കാണാം.